വളരെ സന്തോഷം നൽകുന്നൊരു വാർത്ത അതിനു പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഈ ഒരു വിഷു ബമ്പർ 12 കോടി രൂപ സമ്മാനം നേടിയ ആ ഒരു ഭാഗ്യശാലി ഇതാ ഇപ്പോൾ നിങ്ങൾ ഈ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി രൂപ അടിച്ചത്. ജയശങ്കർ അവരോടൊപ്പം ഉണ്ട്. ജയശങ്കർ, വിനോദാണോ ആള്? അതായത് ഈ ഒന്നാം സമ്മാനം അടിച്ചത് വിനോദിന്റെ അച്ഛൻ പൊന്ന എന്ന് പറയുന്ന ആൾക്കാണ്. നമുക്ക് ആ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ആ ടിക്കറ്റിൽ കൃത്യമായ നമ്പറുകളൊക്കെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിനാണ് പാനേടി സ്വദേശികളാണ്. ഈ പൊന്നൻ എന്ന് പറയുന്ന വിനോദിന്റെ അച്ഛനാണ് ഈ ടിക്കറ്റ് എടുത്തത്. വിനോദ് അച്ഛൻ പൊന്നൻ ഒപ്പം തന്നെ ഇതാ അമ്മ എല്ലാവരും കുടുംബമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഇവർക്ക് ഇങ്ങനെ ഒരു സന്തോഷം വരുന്നത്. ചേട്ടാ എന്ത് തോന്നുന്നു? ഒന്നുമില്ല, കരച്ചിലൊക്കെ വരുന്നുണ്ടല്ലോ. അത്രയ്ക്ക് വിഷമിച്ച് എനിക്ക് ആദ്യമായില്ലയോ ലോട്ടറി അടിക്കുന്നത്. ആഗ്രഹം അതിപ്പം പറയാൻ പറ്റത്തില്ല, നമ്മൾ ആലോചിച്ചിട്ട് പറയാം. ചേട്ടന്റെ പേര് ആദ്യം നമ്മൾ കേട്ട വിനോദ്. അച്ഛനാണ് അടിച്ചിരിക്കുന്നത് അല്ലേ? എന്തായാലും നമ്മളെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം എന്നാ പ്ലാൻ? അത് അച്ഛനോട് തീരുമാനിച്ച് എല്ലാം എന്തെങ്കിലും ചെയ്യും. പെട്ടെന്നല്ല, അപ്രതീക്ഷിതമായിരുന്നല്ലേ? പ്രതീക്ഷയായിരുന്നു. എന്താ ഉച്ചയ്ക്ക് അവിടെ 1:30 എന്താ കടയിലിരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു? ടിക്കറ്റ് വയ്ക്കാൻ വന്നത് എനിക്ക് ടിക്കറ്റ് വെപ്പനെയാണ് ജോലി, അതുകൊണ്ട് ടിക്കറ്റ് വയ്ക്കാൻ വന്നത്. അന്നേരം അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഒരു ദിവസം സുഖമില്ലാതായപ്പോൾ അച്ഛൻ ചെന്ന് ടിക്കറ്റ് എടുത്തത്, അങ്ങനെ അതിനെ അടിച്ചത്. വലിയ സന്തോഷമില്ല, ആളുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ. ഒരാൾ വന്നു, വാർത്തക്കാർ ഒരാൾ വന്നു. എന്തായാലും വലിയ സന്തോഷമല്ലേ? തീരുമാനിച്ചിട്ടില്ല? ഇല്ല ഇല്ല. അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ എന്താണ്? എന്ത് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നേ? ലോട്ടറി പിന്നെ. അച്ഛന് ജോലി ഉണ്ടോ? അച്ഛൻ നേരത്തെ ജോലി ഉണ്ടായി, ഇപ്പം ആക്സിഡന്റ് കഴിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് ജോലിയൊന്നുമില്ല. അമ്മയും വീട്ടിൽ തന്നെയാണല്ലേ? അമ്മയും വീട്ടിൽ തന്നെ. അതായത് അമ്മയ്ക്ക് ലോട്ടറി കച്ചവടം. അതായത് ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്, ലോട്ടറി ഏജന്റാണ് വിനോദ്. അദ്ദേഹം ഈ ലോട്ടറി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. കുറച്ച് ദിവസം ജോലിക്കൊന്നും പോയിരുന്നില്ല. പിന്നാലെ അച്ഛൻ കഴിഞ്ഞ ദിവസം എടുത്ത ലോട്ടറിയാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. അച്ഛൻ നിലവിൽ ചില രോഗങ്ങളൊക്കെ തന്നെ കാരണം ജോലിക്കൊന്നും പോകാത്ത ഒരാൾ കൂടിയാണ്. എന്തായാലും ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് ഈ ഒരു ഭാഗ്യം. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യം. ലോട്ടറി അമ്മയുണ്ട്, അമ്മയ്ക്ക് ലോട്ടറി വിൽപ്പന ഉണ്ട്. അപ്പൊ നമ്മുടെ ഉപജീവന മാർഗം തന്നെ നമ്മുടെ സന്തോഷം. ജയശങ്കർ, കരുനാഗപ്പള്ളി തന്നെയല്ലേ ഇവരുടെ വീട്? അതോടൊപ്പം പൊന്നൻ അച്ഛൻ, അതോടൊപ്പം മകന്റെ പേര് വിനോദ്, ബാക്കിയുള്ളവരുടെ പേരുകൾ, വീട്ടിൽ ആരൊക്കെയുണ്ട്, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറയാമോ? അമ്മയുടെ പേര് എങ്ങനെയാ? രാധാമണി അമ്മ. രാധാമണി എന്നാണ് അമ്മയുടെ പേര്. വിനോദ് എന്ന് പറയുന്നത് മകന്റെ പേരാണ്. പൊന്നൻ എന്ന് പറയുന്ന അച്ഛന്റെ പേരാണ്. ഇവർ ലോട്ടറി വിൽപ്പനയാണ് ജോലി. വിനോദ് ലോട്ടറി ഏജന്റ് ആണ്. ഒപ്പം തന്നെ അമ്മയും ഈ വയസ്സാം കാലത്തും ഈ ലോട്ടറിയൊക്കെ ആയി പോകുന്നുണ്ട്. അച്ഛൻ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വീട്ടിൽ വിശ്രമിക്കുകയാണ്. പക്ഷെ അച്ഛൻ എടുത്ത ലോട്ടറിക്കാണ് ആ ഭാഗ്യം അടിച്ചിരിക്കുന്നത്. 12 കോടി രൂപ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോട്ടറി, ഒരു 12 കോടിയൊക്കെ അടിച്ച ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ കയ്യിലെടുക്കുന്നത്. ഇവർ വലിയ വിശ്വാസമുള്ളതുകൊണ്ട് കയ്യിൽ തരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് ആ ഭാഗ്യ ലോട്ടറി. അതെ, പിന്നെ നമുക്ക് വേറൊരാളെ പരിചയപ്പെടണം. ഈ ചേട്ടനാണ് ആദ്യമായിട്ട് നമുക്ക് ഈ ലോട്ടറി അടിച്ച ഇന്ന സ്ഥലത്താണ് ഈ ലോട്ടറി എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം വിവരം തരികയും നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. അതായത് ഈ കുടുംബത്തെ സംബന്ധിച്ചത് വലിയ സന്തോഷമാണ്, വലിയ ഭാഗ്യമാണ്. അമ്മ എന്താ അവസാനമായിട്ട് എന്താ പറയുന്നത്? അവസാനമായിട്ട് പറയാനുള്ളത്, എനിക്ക് എൻ്റെ മോന് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ട, അത്രയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ ഈ ലോട്ടറിയിൽ നിന്നാണ് എൻ്റെ വീട് ജിപ്പിതിൽ പോയതായിരുന്നു. അത് എടുക്കാൻ പെട്ട പാടുകളൊന്നും പറയണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കരുന്നാപ്പം ഞാനും അതുപോണൊക്കെ നടന്ന് ചാരുമൂട് വഴി, ചത്തിയറ വഴി, താമരക്കുളം വഴി മൊത്തം നടന്ന് വിൽക്കുമായിരുന്നു. അങ്ങനെ അപ്പം നടക്കാൻ വയ്യാഞ്ഞോണ്ട് തട്ട് അടിച്ചിട്ട് ഇപ്പൊ നടക്കണ്ടല്ലോ, ലോട്ടറി ഒക്കെ ആയില്ലേ? തുടരും, എനിക്ക് ആവുന്നിടം വരെയും തുടരും. അങ്ങനെ തന്നെ വേണം. കാരണം ഭാഗ്യം വിറ്റ് ലോട്ടറി കെട്ടി വിറ്റ് നടന്ന കഷ്ടപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ഈ വിനോദേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹം കുറെ വിനോദ് ചില ശാരീരിക പരിമിതിയൊക്കെയുള്ള വ്യക്തിയാണ്. പക്ഷെ അപ്പോൾ പോലും കിലോമീറ്ററുകൾ നടന്നാണ് ഇദ്ദേഹം ലോട്ടറിയൊക്കെ വിറ്റിരുന്നത്. നമ്മൾ ഈ കാറിലൊക്കെ ഇങ്ങോട്ട് വരുന്ന ഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് നമ്മളോട് അതൊക്കെയാണ് പറഞ്ഞിരുന്നത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ലോട്ടറിയൊക്കെ വിറ്റ് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന മനുഷ്യരാണ്. അവർക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഭാഗ്യം 12 കോടിയുടെ ഇതിൽ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ അവിടെയാണോ? അവിടെ നിന്നാണല്ലേ? എന്തായാലും ഇവരെ സംബന്ധിച്ച് വലിയ എന്താ പറയാനുള്ള ഈ ഒരു നിമിഷത്തിൽ എന്താ ഇപ്പൊ തോന്നുന്നത്? വീണ്ടും ചോദിക്കുക, വലിയ സന്തോഷമില്ലേ? സന്തോഷം, അടിച്ച സന്തോഷം, അച്ഛൻ അടിച്ച സന്തോഷം. ഇപ്പൊ നമ്മളെ കഷ്ടപ്പാടൊക്കെ മാറില്ലേ? മാറി. എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഇപ്പൊ ഈ നിമിഷത്തിൽ എന്താ തോന്നുന്നത്? നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പിന്നെ അച്ഛനായിട്ട് കൂടുതൽ ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. ജയശങ്കർ, ഈ വീട്ടിൽ 3 പേര് വലിയൊരു തുകയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? വിനോദും അച്ഛനും അമ്മയുമാണോ വീട്ടിലുള്ളത്? അതെ, ഈ 3 അംഗ
അച്ഛനും അമ്മയും മകനും അങ്ങനെ 3 അംഗ കുടുംബമാണ്. ഒരുപാട് കടങ്ങളും കഷ്ടപ്പാടൊക്കെ ഉള്ള കുടുംബമാണ്. ഇവർ ലോട്ടറി വിറ്റൊക്കെയാണ് ഇത്രയും നാൾ ഇങ്ങോട്ട് എത്തിയത്, ജീവിതം കരുപിടിപ്പിച്ചത്, മുന്നോട്ട് കൊണ്ടുപോയത്. ആ ലോട്ടറി തന്നെ ഇവരുടെ ഒരു വലിയ ഭാഗ്യമായി. ഈ വീട്ടിലേക്ക് വരുമ്പോൾ മുഖത്തൊക്കെ കണ്ടില്ലേ, വലിയ ചിരി, വലിയ പുഞ്ചിരിയാണ് ആ മുഖത്തൊക്കെ ഉള്ളത്. നമുക്കും വലിയ സന്തോഷം. നമ്മളെ വിശ്വസിച്ച ലോട്ടറി ടിക്കറ്റ് പോലും കയ്യിൽ തരാവുന്ന അത്രയും നിഷ്കളങ്കായ ഒരു മനുഷ്യരാണ് ഇവിടെയുള്ളത്. എന്തായാലും വലിയ സന്തോഷമാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ കടവും കഷ്ടപ്പാടും ഒക്കെ മാറി ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെ പറയാം. എന്തായാലും വലിയൊരു സന്തോഷത്തിലാണ് ഈ വീടുള്ളത്, ഈ ഒരു കുടുംബമുള്ളത്. സാധാരണ ഈ അടുത്ത കാലത്തും ഈ ലോട്ടറി അടിച്ച ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ വരാറില്ല. കാരണം ഈ ഇതിനു മുമ്പ് വന്ന ആളുകൾക്കൊക്കെ ഉണ്ടായ ദുരനുഭവങ്ങളാണ് ഒരു കാരണം. അപ്പോൾ ഇവരോട് പറയണം, ഒരുപാട് പേരിനി ഇവരെ തേടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് പണം ചെലവാക്കണം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആലോചിക്കണം, കൂടിയാലോചിക്കണം. അവർക്കൊരു ഉപദേശം, സ്നേഹോപദേശം കൊടുക്കാം. അതായത് സാധാരണ മനുഷ്യരാണ്, നമ്മളെപ്പോലെ അങ്ങനെ ഒരുപാടൊന്നും ചിന്തിക്കില്ല. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നിറ ചിരികളോടുകൂടി വീട്ടിലേക്ക് കയറ്റിയതിന് ശേഷം ആ ലോട്ടറി ടിക്കറ്റ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് ഇങ്ങോട്ട് തന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ ആ ടിക്കറ്റ് ഉയർത്തി കാണിച്ചു. അപ്പോൾ അവർക്കൊരു പേടിയും ഭയമൊന്നുമില്ല, നമ്മൾ കൊണ്ടുപോകുന്നു. അവർ നമ്മളെയൊക്കെ വിശ്വസിച്ചാണ് ഈ വീട്ടിലേക്ക് കയറ്റിയത്. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. ആ സന്തോഷം ഇങ്ങനെ പോകുന്നു. എന്തായാലും ഇന്ന് അവരുടെ ദിവസമാണ്. അവരുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ തന്നെ കാലം നൽകിയൊരു റിവാർഡാണ്. ഇത്രയും കാലം ലോട്ടറി ടിക്കറ്റ് വിറ്റു. ആ ലോട്ടറി ടിക്കറ്റ് ജയശങ്കറിന് വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ് ടിക്കറ്റ് കയ്യിൽ തന്നതെന്ന് പറയുന്നു ഇവിടെ മാധു. നമ്മളെ ആളുകൾക്കൊക്കെ അറിയാം, നമ്മൾ എത്രക്കാരാണെന്ന് അറിയാം. വലിയ വിശ്വാസമാണ് കൊല്ലംകാർക്ക്. കാരണം കൊല്ലംകാർ ഒരിക്കലും നമ്മളെ കൈവിട്ടിട്ടില്ല. ഏട്ടാ എന്തായാലും സൂക്ഷിച്ചൊക്കെ ചിലവാക്കണം എന്നാണ് നമ്മുടെ അവിടെ ഡെസ്ക് എന്നൊക്കെ പറയുന്നത്. സൂക്ഷിച്ചേ ചിലവാക്കത്തുള്ളൂ. എത്തിനായിട്ട് ആലോചിച്ച് എല്ലാം കറക്റ്റ് ബാങ്കിൽ കൊണ്ടുകൊടുത്ത് എല്ലാം ആലോചിച്ചിട്ട് എന്തായാലും നമുക്ക് ജീവിതകാലം മൊത്തം ഇതാവാനുള്ളൊരു ഇതാണല്ലോ അല്ലേ, വരുമാനമായി. എന്തായാലും പതിവ് ജീവിതമൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ലോട്ടറി വെപ്പിനായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ആരോടൊക്കെയായിരുന്നു നന്ദി ഈ ഘട്ടത്തിൽ പറയാൻ? ആരെങ്കിലും എടുക്കാൻ പ്രേരിപ്പിച്ചിരുന്നോ? കൂട്ടുകാരോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഒരു സർക്കിളൊക്കെ? പ്രേരിപ്പിച്ച് നമ്മുടെ ലോട്ടറി കടയിൽ ചെന്ന് ദിവസം എടുക്കുന്ന എല്ലാ വർഷവും എടുക്കുന്നതാണ്. ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ടോ? ഇല്ല, ചെറിയ 5000 ഒക്കെ അടിച്ചിട്ടേ ഉള്ളൂ. ഇതെന്തായാലും വലിയ അടിയായി പോയി. അതെ, വിനോദിന് ഒരു ശാരീരിക പരിമിതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് അദ്ദേഹത്തിന് നടക്കാൻ ഉണ്ടോ? അദ്ദേഹത്തിന് ചെറിയ ശാരീരിക പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആളെ കണ്ടാൽ ആൾ ഉഷാറാണ്, ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. വലിയ വലിയ ചിരിയും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഷിയാസ്.